ആ മരുന്ന് ഒരു അത്ഭുതം പോലെയായിരുന്നു. ഇങ്ങനെ റീസെൻ്റ്ലി ഒരു പാരൻ്റ് എൻ്റെ അടുത്ത് വന്ന് പറയണ്ടായി. സംഭവം ഇതാണ്, ഒരു 10 വയസ്സുള്ള മോളെയും കൊണ്ടിട്ട് ഒരു ഉമ്മയും എൻ്റെ അടുത്ത് വരണ്ടായി. സെറിബ്രൽ പാൾസിയാണ്. ആൾക്ക് പിടിച്ചു നിൽക്കാനോ നടക്കാനോ പറ്റത്തില്ല. സംസാരം വളരെ കുറവാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് വളരെ കുറവാണ്. കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഹ്യൂമോഗ്ലോബിനും വിറ്റാമിൻ ഡി ഒക്കെ നോക്കി, നല്ല കുറവായിരുന്നു. അയണിൻ്റെ ഡെഫിഷ്യൻസിക്കുള്ള മെഡിസിനും വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസിക്കുള്ള മെഡിസിനും കൂടെ ഭക്ഷണത്തിലും നല്ല കുറവുണ്ടായിരുന്നു. മൾട്ടി വിറ്റാമിൻ വിത്ത് ഒമേഗ 3 കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂടെ നമ്മുടെ ഇവിടെ തെറാപ്പികളെല്ലാം അവർ അറ്റൻഡ് ചെയ്തു, കാര്യങ്ങളൊക്കെ പഠിച്ചു, വീട്ടിൽ നിന്ന് പോയി. ഒരു മാസം കഴിഞ്ഞ് അവർ വന്ന സമയത്ത് പാരൻ്റ് ഭയങ്കര ഹാപ്പിയാണ്. ഇത്ര കാലം ഇല്ലാത്ത ഒരു ഉന്മേഷം എൻ്റെ മോക്ക് ഇപ്പം ഉണ്ട്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ മോളിപ്പോൾ റെസ്പോണ്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഡോക്ടേഴ്സ് തന്നെ ഒരു സെറിബ്രൽ പാൾസിയുള്ള കുട്ടികളെ കാണുമ്പോൾ അവരുടെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയിലേക്ക് നോക്കാൻ മറന്നു പോകാറാണ്. ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയും ഡെവലപ്മെൻറ്റ് ഡിലേയുടെയും അതേപോലെ ഓവറോൾ ഒരു ഇമ്പ്രൂവ്മെൻറ്റിനും തടസ്സമായിട്ട് പലപ്പോഴും ആക്ട് ചെയ്യാറുണ്ട്.